കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കാം. നല്ല കുറച്ച് വലിപ്പമുള്ള തക്കാളി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു 3 വിസിലടിച്ച് തണുപ്പിച്ചെടുത്ത് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത് വെച്ച് നമുക്ക് നല്ല ഒന്നാം തരം തക്കാളി ചട്നി ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആ തക്കാളി എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കണം. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. കുറച്ച് അളവിൽ മല്ലിപ്പൊടി. പിന്നെ അടുത്ത് ഇടുന്നത് ആ മല്ലിപ്പൊടിയുടെ മുകളിലോട്ട് തന്നെ ഇടണം. നമുക്ക് ഇത് കാശ്മീരി ചില്ലിയാണ്. നമുക്ക് ഒരുപാട് എരി ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ക്രീമായിട്ട് കിട്ടാൻ വേണ്ടി ഇച്ചിരി മുളക് പൊടി കൂടുതലിട്ട് കാശ്മീരി ചില്ലിപ്പൊടി. കഴിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ നമ്മളൊന്ന് ഈ ചൂടായ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണം വരും. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. വലിയ നിറമാവുന്നതാണ്. നല്ലൊരു മണം വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഈ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. നമ്മൾ ലേശം ഉപ്പ് ചേർത്തിട്ടാണ് തക്കാളി വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഫുള്ള് തീയിൽ വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂടുതലുള്ളതിലോട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യും. നന്നായിട്ട് വറ്റി വരട്ടെ. നല്ല ജലദോഷവും പനിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നല്ലൊരു തക്കാളി ചട്നിയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കാനുള്ളൊരു മൂഡ്. അങ്ങനെ വിചാരിച്ചു ഈ തക്കാളി ചട്നി ഉണ്ടാക്കണം. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചുമ്മാ ഒന്ന് വരണ്ട് വരുമല്ല, നല്ലതായിട്ട് വറ്റി വരണം. എണ്ണ തെളിഞ്ഞ് വരണം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞ് വരണം. ഉപ്പ് കുറവായിരുന്നല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്. തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ഇട്ടിട്ടല്ലേ ഉള്ളൂ. ഈ ചട്നിക്ക് വേണ്ടിയുള്ള തക്കാളി ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലുണ്ടാകത്തില്ല എന്തായാലും. ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് വെച്ചാൽ ഈ പരുവത്തിനാണൊക്കെ എടുത്ത് വെച്ചാൽ പുഴുങ്ങിയ മുട്ടയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലതാണ്. പുഴുങ്ങിയ മുട്ട അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട്
ഒരു കുറച്ച് വിനാഗിരിയും ഒരു ലേശം വിനാഗിരി ഒഴിക്കുന്നില്ലേ കുറച്ച് പുളിയായാലും മതി പിഴിഞ്ഞ് ചേർക്കും. എന്നിട്ട് മുട്ട മുറിച്ച് ഇതിനകത്ത് വെച്ചിട്ട് ഈ പരുവത്തിൽ കഴിക്കാം. ഇനി ഇതേ പരുവത്തിൽ തന്നെ നമുക്ക് ചോറിന് കൂട്ടായിട്ടും കഴിക്കാം. നല്ല പപ്പടം കൊണ്ടുള്ള തോരനുണ്ടല്ലോ, പപ്പടം പൊടിച്ചിട്ട് തേങ്ങയും ജീരകപ്പൊടിയും ഇട്ട് കടുക് വറുത്തിടുന്നതാണ് പപ്പടത്തോരൻ. അത് കൂട്ടി ഈ കറിയുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പരുവം മതിയായിരുന്നു. നല്ല കുത്തരി ചോറോ അല്ലെങ്കിൽ പൊന്നിയരിയുടെ ചോറോ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനിയാണ് നമ്മൾ തക്കാളി ചട്നി ആവുന്നവർക്ക് ഇനിയും കുറച്ചുകൂടി സമയം എടുക്കും. എണ്ണ തെളിഞ്ഞ് വരണം, നല്ല പാകമാവട്ടെ. അപ്പോൾ കാണാം ചേട്ടാ. എന്താ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്കെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ഡ്രൈ ആക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ പോലും വെക്കണ്ട, കുപ്പിയിലിട്ട് വെച്ചിരുന്ന് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഒരു ലേശം ഈ പരുവത്തിൽ നമുക്ക് കുറച്ച് കൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കെല്ലാവർക്കും ഇഡലിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഇതിനകത്തൊരു പൊടിക്കൈ ചെയ്യാം. ഈ ചട്നിയുടെ കൂടെ ഇന്ന് തന്നെ തീർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ. കുറച്ച് വെച്ചേക്കാനാണെങ്കിൽ ഈ പറഞ്ഞ സാധനം ചേർക്കേണ്ട. ബട്ടർ ഒരു ചെറിയ പീസ് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഇന്ന് കഴിച്ച് തീർക്കാം. അമൂലിൻ്റെ ചെറിയ ബട്ടറാണ് ചെറിയ അളവിൽ കിട്ടുന്നത്. സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയുള്ളതായിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് അവർ ഇറക്കുന്നത്. നമുക്ക് ഇതാണ് എളുപ്പം. അതുകൊണ്ട് ഇത് കുറച്ച് നഷ്ടമാണെന്ന് തോന്നാം, പക്ഷേ ഇതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഇത്ര അളവല്ലേ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് ഇന്ന് തന്നെ കഴിച്ച് തീർക്കും, ഇവിടെ ഇരിക്കത്തില്ല. ഇങ്ങനത്തെ തക്കാളി ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിട്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്നിവിടെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അതിനകത്ത് ആഡ് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ്. നമുക്ക് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനൊരു പീസ് ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ, നാനൊക്കെ കഴിക്കാൻ ഒന്നാം തരം കേട്ടോ. നോൺ വെജ് കഴിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ കഴിക്കാത്തവർക്കൊക്കെ ഇത് വല്ലാതെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഈ പരുവം മതി. ഇത് ഡ്രൈ ആക്കാതെ നമുക്ക് ഓഫ് ചെയ്ത്, ഡ്രൈ ആയാൽ വലിയ ടേസ്റ്റാണ്, പക്ഷേ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ചൂടാറുമ്പോഴത്തേക്കും കറക്റ്റ് പരുവാകും. എണ്ണ ഇങ്ങനെ ഉണ്ടോ, എണ്ണ ഇങ്ങനെ ആക്കുമ്പോഴത്തേനും എണ്ണ വരുന്നുണ്ട് കണ്ടോ. അസാധ്യ മണവും സ്വാദും ഉള്ള തക്കാളി ചട്നി റെഡി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. നമുക്ക് ഒരു ഇഡ്ഡലി കഴിച്ച് നോക്കാം. നല്ല പൂവ് പോലത്തെ ഇഡ്ഡലിയാണ്. നല്ല പൂവ് പോലത്തെ ഇഡ്ഡലി കേട്ടോ. മറ്റേ പാത്രം ഇഡ്ഡലി അടച്ചു വെച്ചിരുന്നായിരുന്നുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം ഈർപ്പം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പീസ് കഴിച്ച് നോക്കാം. അല്ലേ? നല്ല സ്വാദുണ്ട്. ആ ബട്ടറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഇതെല്ലാം കൂടെ രണ്ടും കൂടെ മിക്സ് അടിപൊളി കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കരുത്, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ അടിക്കടി ഉണ്ടാക്കും. ഈ തക്കാളി ചട്നി ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാം.